എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള FIUGP അതുപോലെ തന്നെ FIIMB ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 18-ാം തീയതി പ്രസിദ്ധീകരിക്കും. നിലവിൽ വെബ്സൈറ്റിൽ ഇന്ന് വൈകുന്നേരം 5 മണി വരെ 5 മണിക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 7 മണിയോടെ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.kannur.ac.in/FRYUG ADM2025/index.php എന്നുള്ള ലിങ്ക് മുഖേന ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ ഇവിടെ കുറച്ച് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ അത് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ പേജിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിലെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ ഇമെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ, ക്യാപ്പ് ഐ ഡി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറാണ്, ആപ്ലിക്കേഷൻ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഇമെയിൽ ഐ ഡിയിലേക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഒരു ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ് ഒരു തവണ നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത്, അതായത് ഇവിടെ കുറച്ച് അക്കങ്ങൾ കാണാൻ സാധിക്കും, അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണോ കാണുന്നത് അതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എത്ര രൂപയാണോ, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി ഏകദേശം ഒരു എത്ര ഫീസാണെന്ന് അറിയില്ല, അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം ഒരു 1000 സംതിങ് ആണോ അല്ലെങ്കിൽ 900 സംതിങ് ആണോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എത്രയാണോ അത് നിങ്ങൾ അടയ്ക്കുക. അപ്പോൾ അത് അടച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനും പിന്നീട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് ആ ഒരു പേജിൽ തന്നെ താഴെയായിട്ട് തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻ്റർഫേസ് ഉണ്ടാകും, SBI അതുപോലെ തന്നെ ഉള്ള SBI പേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇൻ്റർഫേസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് ഏതാണോ ഒന്നിലധികം ബാങ്കിൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേതെങ്കിലും സെലക്ട് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടി, അതായത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയതാണെങ്കിൽ അവിടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ ഒക്കെയാണ് ഓപ്ഷൻ കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് മതി, ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ കിട്ടേണ്ട, നിലവിൽ കിട്ടിയ ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷൻ, ഇവിടെ 5-ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ അവിടെ 1, 2, 3, 4 ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഓപ്ഷനുകൾ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഏതൊക്കെയാണ് വേണ്ടത് അതവിടെ നിങ്ങൾക്ക് നിലനിർത്താവുന്നതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതുതായിട്ട് കിട്ടിയ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു
കോളേജിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് ആദ്യം ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തവർ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല സ്പെസിഫിക് ഓപ്ഷൻസ് ആണ് വേണ്ടാത്തതെങ്കിൽ അതിനെ മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനെ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട ഓപ്ഷനുകളെ അവിടെ നിലനിർത്തി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.